ഗൈസ്, അപ്പോൾ ഇത് പറശ്ശിക്കട അമ്പലത്തിലേക്ക് പോകുന്ന വ്ളോഗാണ്. അപ്പോൾ ഈ വ്ളോഗിൻ്റെ പാർട്ട് 1 കാണാൻ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി കാണാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ട് 1 എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചാണ് മെയിൻ റോഡ് എത്തിയപ്പോൾ. പക്ഷെ കറക്റ്റ് നമ്മൾ മെയിൻ റോഡിലെത്തിയപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടി, KSRTC. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓടിക്കയറി. കുറേ പേര് നടന്നു വരുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ബസ്സിൽ കയറാൻ പറ്റി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ കുറേ പേര് എന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര വെളിച്ചം ഗൈസ്. നമ്മളപ്പോൾ അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു ഓട്ടോ ടാക്സി വിളിച്ച് നമ്മൾ അത്രയും പേര് ഒരു ഓട്ടോ ടാക്സിയിൽ എങ്ങനെയൊക്കെയോ കൊണ്ട് നമ്മളപ്പോൾ അങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണ്. കണ്ടോ ഗൈസ്, എല്ലാവരും മടിയിലേക്ക് ഓട്ടോ ടാക്സിയിൽ കൊണ്ടുപോകും. അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തി ഗൈസ്. നമ്മൾ ഇത്രയും പേര് ഓട്ടോയിലാണ് വന്നത്, ഇത്രയും പേര് ഗൈസ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ നടയിലേക്ക് നടക്കുകയാണ്. കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്, മല്ലിപ്പൂ, മുല്ലപ്പൂ, അങ്ങനെ കുറേ തരം പൂക്കളുണ്ട്. പിന്നെ കുറേ കടകൾ എന്ന് വെച്ചാൽ കുറേ കടകൾ. എൻ്റെ അമ്മേ, ഒരുപാട് കടകൾ. നമ്മൾ ഈ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അമ്പലത്തിൻ്റെ നടയിലേക്ക് എത്തണേക്കുമ്പാട് സൈഡിൽ കുറേ കടകൾ. അതുപോലെ ഇവിടെ കുറേ കടകളുണ്ട്. നമുക്ക് എന്ത് വേണോ എന്ത് വേണമെങ്കിലും കിട്ടും. മാല, കമ്മൽ, വള, പിന്നെ കുറേ പാത്രങ്ങളുടെ, അതുപോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസ്, പൊരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആക്രി ബേക്കറി, എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്. ചില കടകളൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ളതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ സാധനങ്ങളും കാര്യങ്ങളൊന്നും നോക്കാനോ മേടിക്കാനൊന്നും പോയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് പോകണ വഴിക്ക് ജസ്റ്റ് കണ്ടു, അത്രേ ഉള്ളൂ. കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് പോകുന്തോറും ഓരോരോ ഡോറ് പോലെ ആയിട്ടാണ്, കണ്ടില്ലേ. അപ്പോൾ അതായത് ഒരു സെക്ഷൻ പോലെയാണ്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴും നിറച്ച് തിരക്കായിരുന്നു. അതും കഴിഞ്ഞ് കുറച്ച് ഉള്ളിലോട്ട് പോയി, മീൻസ് വേറൊരു സൈഡിലായിട്ടാണ് നമ്മുടെ മുത്തപ്പനാണ് ഇവിടെ പ്രതിഷ്ഠ. അതിൻ്റെ എൻട്രൻസ്, ഇതാണ് ആ എൻട്രൻസ്. അപ്പോൾ അകത്തോട്ട് കയറിയപ്പോൾ നമ്മൾ പറഞ്ഞ വെള്ളാട്ടം, ആ സംഭവം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ദക്ഷിണ പോലെ കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് അനുഗ്രഹം മേടിക്കാം അവരുടെ അടുത്തുനിന്ന്. അതായത് വെള്ളാട്ടത്തിൻ്റെ അടുത്തുനിന്ന്, അതായത് ശിവൻ്റെ ഒരു പ്രതിരൂപമാണ് വെള്ളാട്ടം എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമുക്ക് ഇതുണ്ടായിരുന്നു, എന്താണ്, വഴിപാട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കഴിക്കാമായിരുന്നു. പിന്നെ അവിടെ പ്രസാദം കഴിക്കാൻ വേണ്ടി കയറാൻ വേണ്ടി വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ആ ഒരു ക്യൂ. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പ്രസാദം കഴിക്കാൻ അകത്തോട്ട് കയറി. നമ്മുടെ ചായ ഉണ്ടല്ലോ, ഒരു തരം ചായയും ഒരു പ്രത്യേക തരം ചായയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, കുറേ ഗ്ലാസ്സൊക്കെ ആയിട്ട് ഞാൻ നോക്കിയിരിക്കുകയെന്ന് വെച്ചാൽ എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ വൈസ് ആയിട്ടാണ് ചായയും പിന്നെ അതുപോലെ തന്നെ പയറും അതിലൊരു തേങ്ങയുടെ ഒരു കഷ്ണം ഉണ്ടാവും, അതാണ് പ്രസാദമായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിപ്പോൾ ബാഗ് ജസ്റ്റ് എൻ്റെ അമ്മ അവിടെ കുറേ ബാഗ് കണ്ടപ്പോൾ നോക്കിയായിരുന്നു, ജസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയായിരുന്നു. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഗൈസ്. നമ്മൾ ഈ വഴിക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ച് പേര് വരാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തൊഴുതു, പ്രസാദമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. കുറേ നടന്ന്, പക്ഷെ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിതുപോലെ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കിതുപോലെ നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു വേറെ ഫീൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ വരുന്നത്. അമ്പലം കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, ജോ എന്ന് പറഞ്ഞിട്ട്, ഇവിടെ കണ്ണൂർ. കറക്റ്റ് എനിക്ക് സ്ഥലം അറിയാൻ പാടില്ല, പക്ഷേ ഇപ്പം എന്തായാലും ഇവരുടെയൊക്കെ ഒപ്പം വന്നുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇനി പിന്നെ എപ്പോഴെങ്കിലും വരണം. ഇപ്പം ഈ അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെയെങ്കിലും ഇവിടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരാൻ പറ്റിയത്. കണ്ണൂർ എനിക്കിങ്ങനെ ഓരോരോ ജില്ലയിൽ ഒക്കെ കുറേയൊക്കെ നമ്മൾ പോവാത്ത ജില്ലകളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവിടെയും പോകണം. ടൈമുണ്ടല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ പോവാം ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഭയങ്കര വെയിൽ ഗൈസ്. ഇവിടുത്തെ വഴികളൊക്കെ ഭയങ്കര കയറ്റമാണ്, കണ്ടോ, കയറ്റം ഇറക്കം അങ്ങനത്തെ വഴികളാണ്. അതുകൊണ്ട് ഭയങ്കര ടണക്കുണ്ട്, കണ്ടില്ലേ ഗൈസ്. വളവൊക്കെ ഇങ്ങനെ കയറ്റം പോലെയാണ്. അപ്പോൾ നമ്മളങ്ങനെ എത്ര നേരം ഇങ്ങനെ നടക്കുന്നു വേണ്ടി നമ്മൾ വരുമ്പോൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഓട്ടോ ടാക്സിക്ക് തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ പോലെ തന്നെ ഇതുപോലെ കുറേ പേര് വേറെ ഓട്ടോ ടാക്സിക്കോ അങ്ങനെ ഓട്ടോയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഒരു പുഴ ജസ്റ്റ് കണ്ടപ്പോൾ എടുക്കാനായിട്ട് ഇഷ്ടമായി. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഈ സ്ഥലമൊക്കെ നോക്കി റോഡൊക്കെ നോക്കി നല്ല രസമില്ലേ. ഞാൻ അതുകൊണ്ട് വീഡിയോ എടുത്തതാണ്, എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇങ്ങനെ പലതരം ഇങ്ങനെ പച്ചയുടെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ടുള്ള ഇങ്ങനെ
ലീവ്സൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ നേരത്തെ നടന്നു വന്ന വഴി കണ്ടത്. ഈ വഴി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? ഈ വ്ളോഗിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ഇല്ലാന്ന് നിങ്ങൾ ആ ഫസ്റ്റ് പാർട്ടൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അമ്പലത്തിൽ നിന്ന് വന്ന് പെട്ടെന്ന് സമയം ഉണ്ടായിരുന്നില്ല, ധൃതി പിടിച്ചിട്ട് പുട്ടും കടലായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അത് കഴിച്ചു. എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ അത് കാണിക്കാതെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ലേറ്റ് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു. എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് വേണം വണ്ടിയുടെ അടുത്തോട്ട് എത്താനായിട്ട് നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ദിയുണ്ട്, പിന്നെ ദേവും ഉണ്ട്. നോക്കൂ, ദേവുവിന് വ്ളോഗൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര എടുത്തോന്നൊക്കെ പറഞ്ഞു, പക്ഷെ പറഞ്ഞു വേണ്ട പിന്നെ മതിയെന്ന്. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ഞാൻ ഇവിടെയൊക്കെ നേരത്തെ കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. ഓക്കെ, ബൈ പറയൂ. ഓക്കെ, ഇവരൊക്കെ ടയേർഡായി. യെസ്, അതെ, നമ്മളിപ്പോൾ എത്തുന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് എത്തിയ നമ്മൾ ലാസ്റ്റ് ഡേ ഓഫ് നമ്മുടെ ട്രിപ്പാണ്. സോ ഇനി ഒരു അമ്പലം കൂടി നമ്മൾ പോകും. എവിടെയായിരുന്നു പേര് മറന്നുപോയി. അപ്പോൾ അവിടെ പോയിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ബാക്കിൽ എൻ്റെ അമ്മ എല്ലാവരും തലയിൽ തോർത്തും ഇതൊക്കെ ഉണ്ട് വെയിൽ കാരണം. അപ്പം മെയിൻ റോഡിലെത്തി. നമ്മൾ കുറച്ചുകൂടി നടക്കാണ്ട് നോക്കണം, എന്നിട്ട് കാണാം കേട്ടോ. ഹായ്, നമ്മൾ ഇവിടെ എത്തി ഗൈസ്, മെയിൻ റോഡിൽ. അങ്ങനെ മെയിൻ റോഡിലെത്തി. ഇവിടെ നമ്മളെ വണ്ടി വരും, നമ്മൾ എന്നിട്ട് വണ്ടിക്ക് പോകും. ഇനി വണ്ടി വന്നിട്ട് കയറിയിട്ട് അവിടെ അമ്പലത്തിലെത്തിയിട്ട് കാണാം. എനിക്ക് എനർജി ഇല്ല, കുറച്ച് വെള്ളം കുടിക്കണം. ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ പെട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നടന്ന് എല്ലാം കൂടി കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് പെട്ടി ഓട്ടോയിലാണ്. ഒരു ഓട്ടോയിൽ ഒരു അങ്കിളിനെ വിട്ടിട്ട് പെട്ടി മൊത്തം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. അവിടെ കണ്ടോ കുറേ പെട്ടികളും ബാഗുകളൊക്കെ ഇരിക്കുന്നത്? അത് നമ്മുടെയാണ് ഗൈസ്. ഇനി വണ്ടി വന്നിട്ട് വേണം കയറ്റാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ പെട്ടി എടുക്കാൻ വേണ്ടി ക്രോസ് ചെയ്തപ്പോഴാണ് നമ്മളിവിടെ ഒരാളെ കണ്ടത്. ആരെന്നറിയണ്ടേ ഗൈസ്? ഒരു ഗുണ്ടുമണിയുടെ ഭയങ്കര ക്യൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ വന്നു, നമ്മൾ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ നമ്മൾ മുഴങ്ങുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് മൃദംഗ ശൈലീശ്വരി എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ ഇട്ട് വൈബ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ മൃദംഗ ശൈലീശ്വരി അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലം അടച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. സമയം 12 മണി തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അമ്പലം അടച്ചിട്ടില്ലെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാണാം. എന്ത് വെയിലാണല്ലേ ഗൈസ്. ഈ 3 ദിവസം കൊണ്ട് ഞാൻ ടാൻ അടിച്ച് നാശായി ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഗൈസ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇതാണ് അപ്പോൾ എൻട്രൻസ്. കുറച്ച് ഉള്ളിലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡിൽ ചെറിയ ചെറിയ കടകൾ കണ്ടോ? അപ്പോൾ അങ്ങനെ കുറച്ച് കടകളുണ്ട്. പിന്നെ എനിക്ക് ഈ അമ്പലം ഭയങ്കര ഒരു വെറൈറ്റി ഇതായിട്ട് തോന്നി. കാരണം ഫുള്ളൊരു ചെങ്കൽ ഷെയ്ഡിലാണ് പണിതേക്കണത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. രസമുണ്ട് കാണാനായിട്ട്, ഒരു പ്രത്യേക വൈബ്. പിന്നെ നമ്മളവിടെ ചെരുപ്പൊക്കെ കൂടിയിട്ട് ഇതാണ് കേട്ടോ വഴിപാട് കഴിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ കുറേ പേര് വഴിപാട് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ അകത്തോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ ഒരു വലിയ കുളം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ ചുമ്മാ പോയിട്ട് വെച്ച് കാലൊക്കെ കഴുകിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞാനും ദൈവവും പിന്നെ അതുപോലെ തന്നെ ദിയയും കൂടി നമ്മളങ്ങനെ വെള്ളത്തിലിറങ്ങി കുറച്ച് കാലൊക്കെ ഇട്ട് കഴുകി ചുമ്മാ രസത്തിന്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വീഡിയോ എടുത്തു തരാനൊന്നും വേണ്ട, ദൈവം എനിക്കൊരു വീഡിയോ ഒക്കെ എടുത്തു തന്ന്. അപ്പോൾ നമ്മളങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വലിയ കുളമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ച കളർ ഉള്ള കുളമൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറി. നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ ഉച്ച ഒരു സമയത്തൊക്കെയാണല്ലോ പോയത്. നല്ല ഇങ്ങനെ എന്താ പറയുക, വെയിലിങ്ങനെ ചുട്ട് പഴുക്കുന്നുണ്ടായിരുന്നു വെയിലത്ത്. ഇങ്ങനെ ഭയങ്കര പൊള്ളൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതു കേട്ടോ. നമ്മൾ അന്നദാനത്തിന് പോവാണ് ഗൈസ്. നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ക്യൂവിൽ നിൽക്കുകയാണ് ഗൈസ്. നോക്കൂ, ഇവിടെ എല്ലാവരും അലമ്പുണ്ടാക്കണം. അങ്ങനെ നമ്മൾ അന്നദാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ക്യൂവിൽ. അപ്പോൾ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ പോസ്റ്റ് ആദ്യമൊന്നും വന്നില്ല, പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു.
ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളം. അതെ ലാസ്റ്റ് അപ്പോൾ നമ്മൾ നമ്മുടെ അന്നദാനം കഴിക്കാനായിട്ട് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ കണ്ടോ കുറേ പേര് ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഓൾറെഡി. പിന്നെ നമ്മളിങ്ങനെ ക്യൂവിൽ നിന്നിട്ട് ആണ് നമ്മൾ പോയിട്ട് എടുക്കുകയൊക്കെ വേണ്ടത്. അപ്പോൾ അമ്മോട് ഞാൻ പോസ് ചെയ്യാൻ പറയായിരുന്നു വീഡിയോയ്ക്ക്. കണ്ടോ ഇതുപോലെ നമ്മളിങ്ങനെ ഒരു ബൊഫെ പോലെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചോറ് കറികളൊക്കെ അവരിട്ട് തരും. ചോറുണ്ടായിരുന്നു, സാമ്പാർ, പിന്നെ തോരൻ, പിന്നെ കുറച്ച് അച്ചാറും, പിന്നെ അവിടെ കുറച്ച് പായസം ഉണ്ടായിരുന്നു. കഴിച്ചപ്പോൾ നമ്മൾ അന്നദാനമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കൈയൊക്കെ കഴുകിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഫുഡ് അന്നദാനമൊക്കെ കഴിച്ചു. നമ്മളിനി കുറച്ച് അവിടെ ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ നേരത്തെ കുളം കാണിച്ചു തന്നില്ല, അതിൻ്റെ അടുത്തൊരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നാഗലിംഗ മരം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ടപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. അതിന് ശേഷം നമ്മൾ അമ്പലം പ്രദക്ഷിണം വയ്ക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പ്രതിഷ്ഠകളുണ്ട് പുറത്ത്. അതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളും പൂക്കളൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാൻ. ഒടുക്കത്തെ വെയിലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ പൊള്ളലൊക്കെ ഉണ്ടായി. അപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരുന്നു ഈ നാഗങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല രസമില്ല, അപ്പുറത്ത് മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ദേവുവിന് വീഡിയോ എടുത്തു കൊടുത്താണ്. ദേവു പറഞ്ഞിട്ടുണ്ടായി വീഡിയോ എടുത്തു കൊടുക്കണം. നല്ല വഴി കൂടെ നല്ല രസമാണല്ലോ അതിൽ കൂടെ നടന്നു പോകണ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥിച്ച് എല്ലാ പ്രതിഷ്ഠകളുടെയൊക്കെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ വണ്ടിയിലുള്ള അങ്കിൾമാർ കുറച്ച് കള്ള് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ശ്രീകട അവിടെ മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടെ പോയല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ കുടിക്കുകയായിരുന്നു. നല്ല രസമുണ്ട്, ഒരു നാറ്റൊക്കെ ഉണ്ട്. പക്ഷെ നാറ്റുണ്ടെങ്കിലും ഒരു രസമല്ലേ, ഒരു ചെറിയ പുളിപ്പും മധുരമൊക്കെ ഇട്ട് കൊള്ളാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ടും സംഭവങ്ങളൊക്കെ ഇട്ട് ഫുൾ വൈബായിരുന്നു എല്ലാവരും. കഴിച്ചപ്പോൾ നമ്മുടെ കൂടത്തുള്ളായിരുന്നു പാട്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന് വൈബ് ചെയ്യാമെന്ന് വെച്ചു. കള്ളൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ചുമ്മാ ഇരിക്കാന്ന് വെച്ച് മടി പിടിച്ച് അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ എണീക്കാമെന്നും പറഞ്ഞിട്ട് അവന്മാരുടെ തുള്ളലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സ്റ്റെപ്പ് മാറ്റി ലാസ്റ്റ് സ്റ്റെപ്പ് എന്നെ വിളിക്കുന്ന സ്റ്റെപ്പാക്കി ഞാനപ്പോൾ അങ്ങനെ ചെന്ന്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുൾ വൈബായിരുന്നു. ഡാൻസ് കളിച്ച് തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചേച്ചിയെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ എടുത്തത്. പിന്നെ എൻ്റെ ഫോക്കസ് മൊത്തം അങ്ങോട്ടേക്ക് പോയി. ഞാൻ പിന്നെ ഇത് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ മാങ്ങ ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ പിണ്ടി ഉപ്പിലിട്ടത്, കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അടിപൊളിയായിരുന്നു ഉപ്പിലിട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ. എനിക്കെന്നല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. വീണ്ടും നമ്മുടെ കലാപരിപാടികൾ തുടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടമ്പലത്തിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ ചുണ്ടൊക്കെ ആകെ ഡ്രൈ ആയി ഒരുമാതിരിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തിരിച്ച് വീട്ടിലോട്ട് പോകണോണ്ട് തന്നെ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ആകെ ബഹളമാണ് ഗൈസ് ഇവിടെ. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് ഗൈസ്. അറ്റ് ലാസ്റ്റ് നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇവിടെ നമ്മൾ ഇറങ്ങാൻ പറ്റുമെന്ന്. ടൈം ഉണ്ടെങ്കിൽ ഇറങ്ങാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സോ ഹാപ്പി. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഇപ്പോൾ നേരെ അത് കുറേ നേരമായി. ഉച്ചയ്ക്കായപ്പോഴേക്കും അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ്. ഞാൻ മെയിനായിട്ട് ഇവിടെ എക്സൈറ്റ് അടിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടിയാണ് ഇവിടുത്തെ. അപ്പോൾ ഞാൻ അപ്പോൾ കഴിക്കുമ്പോൾ കാണാം. ഞാൻ അവിടുത്തെ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ ഗൈസ്, അത് വിശാലമായ കടൽ, കുറേ ആൾക്കാർ കുളിക്കുന്നു, നല്ല വെയിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കോഴിക്കോട് സ്പെഷ്യലായിട്ടുള്ള ഐസ് ഉരത്തി കഴിക്കാനായിട്ട് ഞാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ കുറേ പേരുടെ സ്റ്റോറിയിലും റീൽസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര കളർഫുള്ളായിട്ട് തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര എപ്പോഴെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ കഴിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം ഇന്നാണ് ഗൈസ് അത് സാധിക്കാൻ പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ കുറേ നട്ട്സും ഇതും പിന്നെ കുറേ സിറപ്പും സംഭവങ്ങളൊക്കെ ഒഴിച്ച് തരുകയാണ്. ഞാനത് കഴിക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റഡാണ്. അവർ ചോദിച്ചു മറ്റേ എരിവ് വേണോ, മധുരം വേണോ, ഉപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ എല്ലാം മിക്സഡ് മതി എന്നും പറഞ്ഞിട്ട് മിക്സഡിനെയാണ് മേടിക്കുന്നത്. എന്താവുമെന്നറിയില്ല, എന്നാലും കുഴപ്പമില്ല. എനിക്കത് ട്രൈ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനതങ്ങനെ കഴിച്ച് നോക്കി കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ തീർക്കാറായിട്ടാണ്. നമ്മളിങ്ങനെ നടക്കുന്നു, ബീച്ചിൽ നടക്കുന്നു.
അങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ചുമ്മാ നടക്കുകയാണ് എല്ലാവരും കൂടി. കാരണം ബീച്ചിൽ ഭയങ്കര വെയിലും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്കിങ്ങനെ കഴിക്കാനുള്ള ഓരോന്നും കഴിക്കാനായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഞാൻ ലാസ്റ്റ് വന്ന് ജ്യൂസും കുടിച്ച് അങ്ങനെ നല്ല രസമുണ്ടായിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞാനും അമ്മ പിന്നെ ദിയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ബീച്ചിലിറങ്ങാൻ പോകുന്നു. അങ്ങനെ ബീച്ചിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം ഞാനും ദിയയും പിന്നെ അമ്മയും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി അവിടെ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കളിച്ചുള്ളൂ. അപ്പോഴേക്കും കണ്ട വെള്ളത്തിന് ഭയങ്കര ചെളി പിടിച്ച വെള്ളമാണ്. അത്ര നല്ല വെള്ളം അല്ലാത്തതുകൊണ്ടും വലിയൊരു സുഖമില്ലാത്തതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്തു, അധികം നേരമൊന്നും കളിക്കാനോ ഇതാക്കാനോ നിന്നില്ല. കുറച്ച് നേരം ഇതാക്കി. പക്ഷെ ഭയങ്കര ചെളിയും ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ അധികം ഇതാക്കിയില്ല. പിന്നെ എൻ്റെ അമ്മ കാറ്റുള്ളതുകൊണ്ടാണ് കേട്ടോ, കാറ്റ് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടിയിരിക്കണ ചെവിയിൽ. അപ്പോൾ നമ്മളപ്പോൾ അങ്ങനെ ചുമ്മാ ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഗാർഡ് ഉണ്ടാവുമല്ലോ, അവർ വന്നിട്ട് വിസിലൊക്കെ അടിച്ചിട്ട് അത് നമ്മൾ ആരെയാണ് വിളിക്കണേന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കണ്ടില്ലേ ഗൈസ് ആ വരുന്ന ആൾക്കാർ, അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരും പിള്ളേരുമാണ്. അവരെയാണ് അവർ വിളിച്ചത്. കാരണം അവരൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കളിച്ച് അപ്പം അങ്ങനെ അവരെ പിടിച്ച് വിളിച്ചതാണ്. എന്നിട്ട് അങ്ങനെ അവരെയൊക്കെ വാർണിംഗ് ഒക്കെ കൊടുത്തു. ലൈക്ക് ഇങ്ങനെ പോവരുത്, ഭയങ്കര ഡേഞ്ചറാണ്, ലൈക്ക് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, സോ അങ്ങോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചു. അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ അതിന് ശേഷം ഐസ്ക്രീം കഴിക്കാൻ പോയി ഗായ്സ്. നമ്മളപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ മേടിച്ച്, ചിലർ 2 പ്രാവശ്യമൊക്കെ മേടിച്ച് കഴിച്ച്, ഞാൻ ഒരെണ്ണം കഴിച്ചുള്ളൂ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാത്ത ആരാണല്ലേ, ഒരാഴ്ചയെങ്കിലും ഒരു ഐസ്ക്രീമെങ്കിലും കഴിക്കാണ്ട് അവിടെ നമ്മൾ പോരരുത്, ഇല്ലെങ്കിൽ എന്ത് വൈബ് ഗൈസ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. അതെ, നമ്മൾ ഇനി എവിടെയും പോകുന്നില്ല. ഇനി നേരെ നമ്മൾ വീട്ടിൽ പോകാൻ പോവുകയാണ്. കോഴിക്കോട് ബീച്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ നിന്ന് നമ്മൾ പോകുന്നു. സൺസെറ്റൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു അല്ലേ? അതെ, ബീച്ചിലെ വെള്ളം കൊള്ളൂല എന്നാലും കുഴപ്പമില്ല. അതെ വളരെ നല്ല വെള്ളമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി ഇപ്പം കാണുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. നമ്മൾ കുറേ നടന്ന് നമ്മുടെ വണ്ടി കാണുന്നില്ല ഗൈസ്. മടുത്ത് ഗൈസ്, നമ്മളിവിടെ നിൽക്കുകയാണ്. കുറേ നടന്നു. അതെ, ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ നമ്മൾ നടന്നു. വരൂ. എൻഡിങ്ങുല ഒന്നുമില്ല. ബാ, എവിടെ എത്തുന്നു കൂടെ അറിയില്ല. നമ്മൾ ഓരോ വണ്ടി കാണുമ്പോഴേക്കും വണ്ടി എത്തി. പക്ഷേ എല്ലാവരുടെയും കിളി പോയി ഇതേ വഴിയിലൊക്കെ ഇരിക്കുന്നു ഗൈസ്. എനിക്ക് വയ്യ. എത്ര കിലോമീറ്റർ? അതെ, വണ്ടി കിട്ടാനാണ്. ഓക്കെ ഗൈസ്, വണ്ടി എവിടെയെങ്കിലൊക്കെ എത്തുമെന്ന് വിചാരിച്ച് നമ്മൾ പോന്നു. ഓക്കെ, വണ്ടി അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ എത്തിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ വണ്ടി കയറിയിട്ട് കാണാം. ഉണ്ടാവും തോന്നുന്നില്ല ഗൈസ്. ഞാനിപ്പോൾ തന്നെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാ. എനിക്ക് വയ്യ. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നടക്കണം. അതെ, തെരുവുകളിൽ ഒരു പള്ളിയുടെ അടുത്താണ് വണ്ടി കിടക്കണേന്ന് പറഞ്ഞു. നമ്മളൊരു പള്ളി കണ്ടു, അതും 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കണ്ടത്. അതെ, 2-3 കണ്ടു. പള്ളി, അമ്പലം കണ്ടു. എന്നിട്ട് വണ്ടി എത്തിയിട്ടില്ല. ഒരു പൊടി ചെറുതായിട്ട് പോലും കാണുന്നില്ല. അതാണ് കോമഡി. എവിടെ? ഉണ്ട്. ഞാനും ഇതുപോലെ കണ്ടിട്ടാണ് നേരത്തെ പോയത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതെ, ഇനി വീട്ടിൽ ചെന്നിട്ട് കിടന്നുറങ്ങണം. ഒട്ടും വയ്യ അല്ലേ അച്ചു? ബാ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ പറ. ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബൈ.